ഒരു മനുഷ്യനെ ഒരു ഹിംസ്ര ജന്തു അതിവേഗത്തിൽ അയാളെ പിടിക്കുവാൻ വേണ്ടി ഓടിക്കുകയാണ്. ഓട്ടത്തിനിടയിൽ ഒരു വലിയ കിണറിൻ്റെ ഉള്ളിൽ അയാൾ വീണുപോയി. പക്ഷെ ആ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ താഴോട്ട് പോയില്ല. അതിനിടയിലുള്ള വലിയ ഒരു വൃക്ഷത്തിൻ്റെ വേരിൽ അയാൾ പിടിച്ചു നിന്നു, താഴോട്ട് വീണില്ല. അയാൾ മേളിലോട്ട് നോക്കിയപ്പോൾ അയാളെ പിടിക്കാൻ വേണ്ടി വരുന്ന ആ ഹിംസ്ര ജന്തു വാ പിളർന്നു നിൽക്കുന്നു. കിണറിൻ്റെ ഉള്ളിലേക്ക് താഴേക്ക് നോക്കിയപ്പോൾ വിഷജീവികളായ പാമ്പുകൾ വട്ടം കൂടുന്നുണ്ട് അവിടെ. ആ വലിയ വൃക്ഷത്തിൻ്റെ വേര് നല്ല ഉറപ്പുള്ളതാണോ എന്ന് നോക്കി. ആ വൃക്ഷത്തിൻ്റെ വേരുകൾക്കുള്ളിൽ ഒരു കറുത്തതും വെളുത്തതുമായ 2 എലികൾ അതിൻ്റെ വേരുകൾ മാന്തി പിളർക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും അയാൾക്ക് മനസ്സിലായി, ഞാൻ പിടിച്ചിരിക്കുന്ന ഈ വേര് നല്ല സ്ട്രോങ് ആണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ വേര് പൊട്ടി താഴേക്ക് നിലംപതിക്കുക തന്നെ ചെയ്യും. ഇതൊരു കഥയാണെങ്കിലും ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. കാരണം ആ ഹിംസ്ര ജന്തു എന്നുള്ളത് നമ്മുടെ മരണമാണ്. വാ പിളർന്നു നിൽക്കുന്ന ആ താഴെ കാണുന്ന വിഷജീവികളായ പാമ്പുകൾ നമ്മുടെ ഖബറുകളാണ്. അതിൻ്റെ ആ വേരിൻ്റെ ഭാഗത്ത് കറുത്തതും വെളുത്തതുമായ 2 എലികൾ രാത്രിയും പകലുമാണ്. നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതികമായ ലോകം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. അത് താൽക്കാലികമാണ്. ഇവിടുത്തെ സുഖങ്ങൾ താൽക്കാലികമാണ്. ഏതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു എലിയുടെ ശല്യം കൊണ്ടൊരു എലിപ്പത്തായം വാങ്ങിവെച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു എലി കുടുങ്ങിയിട്ടുണ്ട്. ആ എലിക്ക് കഴിക്കാൻ നല്ല തേങ്ങയുടെ ആ പീസും അല്ലെങ്കിൽ ഉണക്ക മത്സ്യത്തിൻ്റെ ഒരു ഭാഗവും അത് സന്തോഷത്തോടെ കഴിച്ചു. പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ അത് ബ്ലോക്കിൽ പെട്ടുപോകുന്നത് പോലെ നാം ദുരന്തത്തിൽ പെട്ടുപോകാതെ അള്ളാഹുവിൻ്റെ സഹായം